നമസ്കാരം. അമേരിക്കൻ ഇറാൻ യുദ്ധം എവിടെ എത്തി നിൽക്കുകയാണ്? നമ്മൾ പത്രമെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലും വളരെ കൃത്യമായ കണക്കുകൂട്ടലോടുകൂടി ഇറാനെ ആക്രമിക്കുകയാണ്. വലിയ വലിയ പുതിയ ഭീഷണികൾ ഇറാൻ്റെ നേരെ വരുന്നു. പുതിയ യുദ്ധവിമാന വാഹിനികൾ വരുന്നു. ഇസ്രായേൽ കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ പോകുന്നു. അമേരിക്ക ഇറാൻ്റെ ഒരു കപ്പൽ മുക്കിക്കളഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഒരുപാട് കപ്പലുകൾ ഇതിനകം മുക്കിക്കളഞ്ഞു എന്ന് ട്രംപ് പറയുന്നു. ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്ന് ട്രംപ് കൽപ്പന പുറപ്പെടുവിക്കുന്നു. ഇറാനാണെന്നുണ്ടെങ്കിൽ വെറുതെ അവിടെ എവിടെയും കൊണ്ടുവന്നിട്ട് കുറച്ച് ഡ്രോണും മിസൈലും പൊട്ടിക്കുന്നു. ഒരു കാര്യമില്ലാതെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഡ്രോൺ അയക്കുന്നു, മിസൈൽ അയക്കുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അവരാകെ നട്ടം തിരിഞ്ഞ് നിൽക്കുകയാണ്. ഈ ഒരു ഇംപ്രഷനാണ് നമുക്ക് എല്ലാവരുടെ പക്കൽ നിന്നും കിട്ടുന്നത്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? യാഥാർത്ഥ്യം ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ട് ഇപ്പോൾ നട്ടം തിരിഞ്ഞ് കുടുങ്ങിയിരിക്കുന്നത് പ്രധാനമായിട്ടും അമേരിക്കയാണ്. അമേരിക്കയോടൊപ്പം ഇസ്രായേൽ. എന്നാൽ ഇറാനെ സംബന്ധിച്ച് അവർ പയറ്റുന്ന യുദ്ധതന്ത്രം അമേരിക്കയോ ഇസ്രായേലോ മനസ്സിൽ കാണാത്ത തരത്തിലുള്ളതാണ്. ഇറാൻ്റെ യുദ്ധതന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നിരീക്ഷിച്ചാൽ അത് വ്യക്തമായിട്ട് മനസ്സിലാകും. ഒന്നാമത്, ഇറാൻ്റെ ഒരു പ്രത്യേകത, ഇറാൻ ഒരിക്കലും തങ്ങളുടെ ദൗർബല്യങ്ങളെക്കുറിച്ച് ഓർത്ത് അതെങ്ങനെ പരിഹരിക്കാം എന്ന് ചിന്തിക്കുന്ന രാജ്യമല്ല. അത് പരിഹരിക്കാൻ തങ്ങളെ കൊണ്ടാവില്ല എന്നവർക്കറിയാം. കാരണം അവരുടെ മേൽ ഉപരോധമുള്ളത് കൊണ്ട് അവർക്കത് ചെയ്യാൻ പറ്റില്ല. അവരുടെ എയർഫോഴ്സിനെ നവീകരിക്കാനോ നേവിയെ നവീകരിക്കാനോ അല്ലെങ്കിൽ എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടാക്കാനോ ഒക്കെ അവർക്ക് പ്രയാസമാണ്. കാരണം അവർക്ക് ഉപരോധമുണ്ട്. 47 കൊല്ലമായിട്ട് അവർക്ക് സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും വലിയ പ്രയാസമാണ്. മറ്റു പല വഴികളിലൂടെയാണ് അവരതിനെ മറികടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ രാജ്യം തങ്ങളുടെ പരിമിതികളെക്കുറിച്ച് ഓർത്ത് ഇരുന്നു കഴിഞ്ഞാൽ അവരെന്നും അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ. എന്നാൽ ഇറാൻ തങ്ങളുടെ പരിമിതികളെക്കുറിച്ച് ചിന്തിക്കാതെ തങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നത് മാത്രമാണ് ചിന്തിച്ചിട്ടുള്ളത്. ഒരു യുദ്ധം വരും എന്നവർക്ക് വർഷങ്ങളായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കണം തങ്ങളുടെ സ്ട്രാറ്റജി എന്നത് അവർ വർഷങ്ങളായിട്ട് കണക്ക് കൂട്ടി മനസ്സിലാക്കി അതനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. തങ്ങൾക്ക് എന്തില്ല എന്നത് ഇറാൻ നോക്കുന്നില്ല. തങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്കാര്യത്തിൽ തങ്ങൾക്ക് എത്ര കണ്ട് മുമ്പോട്ട് പോകാൻ പറ്റും എന്നത് മാത്രമാണ് ഇറാൻ്റെ ചിന്തയും ഇറാൻ്റെ കണക്കുകൂട്ടലും ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, ഇറാൻ ഡ്രോണുകൾ വികസിപ്പിച്ച് പുതിയൊരു യുദ്ധതന്ത്രം മെനഞ്ഞപ്പോൾ ഇങ്ങനെയും പറ്റും എന്നുള്ളത് മറ്റു രാജ്യങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ രാജ്യവും പുതിയ പുതിയ ഡ്രോണുകളൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇറാനെ കണ്ടുപഠിക്കുകയാണ് ഇപ്പോൾ പല രാജ്യങ്ങളും. റഷ്യയ്ക്ക് പോലും ഇത്തരം ഡ്രോണുകളുടെ യുദ്ധരീതി അല്ലെങ്കിൽ യുദ്ധത്തിൽ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ഗുണമൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ഇറാനാണ് അവർക്കത് പറഞ്ഞു കൊടുത്തതും ഇറാനാണ് അവർക്ക് ഡ്രോണുകൾ സപ്ലൈ ചെയ്തത്. അപ്പോൾ ഇറാൻ തങ്ങൾക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് ചിന്തകൾ മാറ്റിയപ്പോൾ അവർക്കതിൽ ഒരുപാട് സാധ്യതകൾ കണ്ടെത്താൻ സാധിച്ചു. പട്ടാളക്കാർ നിയന്ത്രിക്കുന്ന വാഹനങ്ങളും വിമാനങ്ങളും അയക്കുന്നതിന് പകരം അതൊന്നുമില്ലാത്ത സാധനങ്ങൾ മതി, മിസൈലുകളും ഡ്രോണുകളും മതി തങ്ങൾക്ക്. അതിൽ തങ്ങൾക്ക് എത്ര കണ്ട് നൂതന സാങ്കേതികവിദ്യയിൽ കൊണ്ടുവരാൻ പറ്റും എന്ന കാര്യത്തിലാണ് അവർ ശ്രദ്ധ ചെലുത്തിയത്. അതുപോലെ തന്നെ എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്ന സായിപ്പിൻ്റെ തട്ടിപ്പ് വെറും തട്ടിപ്പാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവരതിന് ഒരു പ്രാധാന്യവും കൊടുത്തിട്ടില്ല. എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു തട്ടിപ്പാണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളിൽ ചിലരൊക്കെ ചിന്തിച്ചേക്കും അങ്ങനെയാണോ എന്ന്. അങ്ങനെയാണ്. കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഒരു ചെറിയ രാജ്യമാണ്. ഇറാൻ്റെ ഏതാണ്ട് 20-1 വലിപ്പമേ ഇസ്രായേലിനുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്തെ ശരിക്കും എയർ ഡിഫൻസ് സിസ്റ്റം പ്രോപ്പറായിട്ട് സെക്യൂരിറ്റി കൊടുക്കുന്ന അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്ന ഒന്നാണെന്നുണ്ടെങ്കിൽ ഒരു മിസൈലോ ഡ്രോണോ പോലും ഇസ്രായേലിലേക്ക് കടക്കാൻ പാടില്ല. എന്നാൽ നമ്മൾ കഴിഞ്ഞ കൊല്ലം നടന്ന 12 ദിവസത്തെ യുദ്ധത്തിൽ കണ്ടതാണ്, ഇറാനിൽ നിന്നും വിട്ട നിരവധി ഡ്രോണുകളും മിസൈലുകളും ഇസ്രായേലിൽ പലയിടങ്ങളിൽ പതിച്ച് ഇപ്പോഴും അന്ന് അപ്പാർട്ട്മെൻറ്റുകൾ വിട്ട ആൾക്കാരൊക്കെ വീടുകളില്ലാതെ താമസിക്കുകയാണ് അവിടെ. ഇതുവരെ അവർക്ക് ബദൽ സംവിധാനം ഉണ്ടാക്കാൻ അവിടുത്തെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ഈ സമയത്ത് നടക്കുന്ന യുദ്ധത്തിലും
നിരവധി മിസൈലുകൾ ഇറാനിൽ നിന്നും ഇസ്രായേലിൽ പതിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിനെ പോലെയുള്ള ഒരു ചെറിയ രാജ്യത്തെ പോലും സംരക്ഷിക്കാൻ അമേരിക്കയും ഇസ്രായേലും ഡെവലപ്പ് ചെയ്തെടുത്ത എയർ ഡിഫൻസ് സിസ്റ്റത്തിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ പോലെ വളരെ വലിയൊരു രാജ്യത്തിന്, ഇറാനെ പോലെയുള്ള രാജ്യത്തിന് അത് ഉപയോഗിച്ചുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അതിലേക്ക് ഇറാൻ്റെ ശ്രദ്ധ പോയതേ ഇല്ല. പകരം അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അമേരിക്കയും ഇസ്രായേലും ഇറാൻ്റെ ഉള്ളിൽ ആക്രമണം നടത്തുന്നുണ്ട്. അവിടെ എത്ര നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല. എന്തായാലും ശരി, അവിടെ ആക്രമണം നടക്കുന്നുണ്ട്, അവിടെ നിരവധി കെട്ടിടങ്ങൾ തകരുന്നുണ്ട്, പല പ്രശ്നങ്ങളോടെ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ മറുഭാഗത്ത് ഇറാൻ എന്താണ് ചെയ്യുന്നത്? ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ ശത്രുക്കളുടെ പ്രതിരോധ സംവിധാനങ്ങളെ മെല്ലെ മെല്ലെ തകർക്കുക എന്നതാണ്. ഇറാൻ പ്ലാൻ ചെയ്യുന്നത് ഒരു ലോങ് ടൈം ബാറ്റിലാണ്, ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള യുദ്ധം. അതവർ യുദ്ധം വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നതാണ്. എന്നാൽ മറുഭാഗത്ത് അമേരിക്കയും ഇസ്രായേലും ചിന്തിച്ചത് ഇതൊരു ചെറിയ യുദ്ധമായിരിക്കുമെന്നാണ്. വളരെ വേഗത്തിൽ ഇറാൻ കീഴടങ്ങും എന്നാണ് അവർ കരുതിയത്. അതിനവർ കൃത്യമായ പ്ലാനോടുകൂടി ഒന്നാമത്തെ ദിവസം തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തി. ഇറാൻ്റെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തുമ്പോൾ അവർ കണക്കുകൂട്ടിയത് അദ്ദേഹം മരിക്കുന്നതോടുകൂടി ഇറാനിൽ പിന്നീട് യുദ്ധം നിയന്ത്രിക്കാനോ തീരുമാനങ്ങൾ എടുക്കാനോ ഒന്നും ആരും ഇല്ലാതാകും. അതോടുകൂടി ഇറാൻ തങ്ങളുടെ മുമ്പിൽ കീഴടങ്ങേണ്ടി വരും. രണ്ടാമതൊരു പോസിബിലിറ്റി അവർ കണ്ടത്, അങ്ങനെ അദ്ദേഹം മരണപ്പെടുമ്പോൾ അതിൻ്റെ ഒപ്പം അവർ അവിടുത്തെ പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ ബോംബിട്ട് ആ കുട്ടികളെ കൊലപ്പെടുത്തിയപ്പോൾ ഈ കുട്ടികൾ കൊല്ലപ്പെട്ടതുകൊണ്ട് ഇറാനികൾ അവരുടെ ഭരണകൂടത്തിനെതിരെ തിരിയുമെന്നും ഖമനേയി കൊല്ലപ്പെട്ടതുകൊണ്ട് അവർ ഭരണം പിടിച്ചെടുക്കുമെന്നും ഒക്കെയാണ് ട്രംപും നെതന്യാഹുവും കണക്കുകൂട്ടിയത്. എന്നാൽ അവർ കണക്കുകൂട്ടിയതുപോലെ ഒന്നും തന്നെ അവിടെ സംഭവിച്ചില്ല. നേരെ മറിച്ചാണ് സംഭവിച്ചത്. ഖമനേയി കൊല്ലപ്പെട്ടതോടുകൂടി അവിടെ തീരുമാനങ്ങൾ എടുക്കാനും യുദ്ധം നിയന്ത്രിക്കാനും ആരുമില്ലെന്ന് കരുതിയെടുത്ത് അദ്ദേഹത്തെക്കാൾ മികച്ച രീതിയിൽ യുദ്ധം കൈകാര്യം ചെയ്യുന്ന പുതിയ ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. ഖമനേയി ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അതിന് വേണ്ട സംവിധാനങ്ങൾ ആൾറെഡി ഒരുക്കി വെച്ചിരുന്നു. ഞാൻ കൊല്ലപ്പെട്ടേക്കാം, ഞാൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആയിരിക്കണം ഈ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടതെന്ന് പറഞ്ഞ് അദ്ദേഹം അതിന് വേണ്ട കമ്മിറ്റികളും സമിതികളും അതിന് മുമ്പ് തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു. അവർക്ക് കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യരുതാത്തത് എന്നുള്ളത്. അപ്പോൾ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ തീരുമെന്ന് കരുതി ട്രംപ് ഇറങ്ങി പുറപ്പെട്ട യുദ്ധം ഇപ്പോൾ ഇറാൻ ഒരു ദീർഘകാല യുദ്ധമാക്കി മാറ്റിയിരിക്കുകയാണ്. ആ യുദ്ധത്തിൽ അവർ പദ്ധതിയിടുന്നത് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള സംവിധാനങ്ങളെ ആദ്യം ഇല്ലാതാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തെ പൂർണ്ണമായിട്ടും തടസ്സപ്പെടുത്തുക. അതിൻ്റെ ഭാഗമായിട്ട് ഇറാൻ കൈവരിച്ച ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത്, ജോർദാനിൽ അമേരിക്കയുടെ തേർഡ് എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. അമേരിക്കയ്ക്ക് ഏതാണ്ട് 8 തേർഡ് ഡിഫൻസ് സിസ്റ്റം ഉണ്ടെന്നാണ് പറയുന്നത്. അതിലൊന്ന് ജോർദാനിലാണ്. അതിൻ്റെ റഡാർ സിസ്റ്റം സമ്പൂർണ്ണമായിട്ട് ഇറാൻ്റെ ആക്രമണത്തിൽ തകർന്നു. ഏതാണ്ട് $300 മില്യൺ വിലയുള്ള റഡാറാണെന്നാണ് പറയുന്നത്. ഈ റഡാറുകളെയൊക്കെ ഉപയോഗിച്ചാണ് അവർ ഇറാനെ നിരീക്ഷിച്ചിരുന്നതും ഇറാൻ്റെ അവിടെ നിന്ന് വരുന്ന മിസൈലുകളും ഡ്രോണുകളും ഒക്കെ കണ്ടെത്തി അവയെ ഇൻ്റർസെപ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇറാൻ ആദ്യം ലക്ഷ്യമിടുന്നത് അമേരിക്കയ്ക്ക് തങ്ങളെ നിരീക്ഷിക്കാൻ സാധിക്കാതെ വരിക, അവരുടെ നിരീക്ഷണ സംവിധാനങ്ങളെ തകർക്കുക, അങ്ങനെ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ അല്ലെങ്കിൽ തങ്ങളുടെ മിസൈലുകളെയും ഡ്രോണുകളെയും ഇൻ്റർസെപ്റ്റ് ചെയ്യാനുള്ള കഴിവുകളെ ആദ്യം തന്നെ ഇല്ലാതാക്കുക. അതിൻ്റെ ഒപ്പം തന്നെയാണ് ഇവരുടെ പക്കലുള്ള മിസൈലുകൾ, അതായത് ഇറാൻ്റെ മിസൈലുകളെയും ഡ്രോണുകളെയും ഇൻ്റർസെപ്റ്റ് ചെയ്യാനുള്ള മിസൈലുകളെ ഇല്ലാതാക്കാൻ വേണ്ടി നിരവധി ഡ്രോണുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം ഇറാന് 400 ഡ്രോണുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഒരു ദിവസം 400 ഡ്രോണുകൾ. അപ്പോൾ ഇറാൻ്റെ പക്കൽ ഒരു കാലത്തും ഡ്രോണുകളുടെ സ്റ്റോക്ക് തീരാൻ പോകുന്നില്ല. പതിനായിരക്കണക്കിന് ഡ്രോണുകൾ ഉണ്ടാക്കാനുള്ള സാമഗ്രികൾ ഇറാൻ ആൾറെഡി അവിടെ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ അവർക്ക് ഡ്രോണുകൾ ഉണ്ടാക്കി ശത്രു പാളയത്തിലേക്ക് അയക്കാൻ പറ്റും. ഇങ്ങനെ നിരവധി ഡ്രോണുകൾ ചെല്ലുമ്പോൾ അവയെ തടുക്കാനായിട്ട് അമേരിക്കയും ഇസ്രായേലും കരുതി വച്ചിരിക്കുന്ന ഇൻ്റർസെപ്റ്ററുകൾ അനുദിനം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വളരെ വിലപിടിപ്പുള്ള ഇൻ്റർസെപ്റ്ററുകളാണ്. അതിൻ്റെ ഒപ്പം ഇവരുടെ നിരീക്ഷണ സംവിധാനങ്ങൾ, ഇപ്പോൾ നമ്മൾ കേട്ടിരിക്കുന്ന മറ്റൊരു കാര്യം, ഖത്തറിൽ അമേരിക്ക ഉണ്ടായിരുന്ന ഇതേപോലെയുള്ള ഒരു റഡാർ സിസ്റ്റം ഇറാൻ തകർത്തു. ഇതിലേറ്റവും വലിയ കോമഡി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റഡാറുകൾ വെച്ചിരിക്കുന്നത് മിസൈലുകൾ വരുന്നത് കാണാനും അവയെ നിയന്ത്രിക്കാനും ഒക്കെയാണ്. പക്ഷേ അതേ റഡാറുകളെ തന്നെ ഇറാൻ്റെ മിസൈലുകൾ തകർത്തു എന്ന് പറയുമ്പോൾ
അതൊരു സാധാരണ നേട്ടമല്ല. അതേപോലെ നമ്മൾ അറിഞ്ഞൊരു കാര്യമാണ്, അമേരിക്കയുടെ ബഹ്റൈനിലുള്ള 5th ഫ്ലീറ്റ് നേവൽ ബേസ് ഏതാണ്ട് കാര്യമായിട്ട് തന്നെ തകർന്നിരിക്കുകയാണ്. നല്ല രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഇറാനോട് നടത്തിയത്. അതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് നിലച്ചിരിക്കുകയാണ്. അതേപോലെ അമേരിക്ക മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ സ്ഥാപനങ്ങളും, അവരുടെ കോൺസുലേറ്റുകളും എംബസികളും അവരുടെ ബേസുകളും എല്ലാം തന്നെ ആക്രമിച്ച് അവിടെയുള്ള പ്രവർത്തനങ്ങൾ നിലപ്പിക്കുക. കാരണം ഇവരെല്ലാം കൂടി ചേർന്നാണ് ഇറാനിൽ നിന്നുള്ള ആക്രമണത്തെ ചെറുക്കുന്നതും അതിനുവേണ്ട ആസൂത്രണങ്ങൾ ഉണ്ടാക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് കൊടുക്കുന്നതും. അപ്പോൾ ഇവരുടെ ഈ നെറ്റ്വർക്ക്, മിഡിൽ ഈസ്റ്റിലുള്ള ഈ അമേരിക്കൻ നെറ്റ്വർക്ക് ആദ്യം തകരാറിലായി കഴിഞ്ഞാൽ, അവരുടെ നിരീക്ഷണ റഡാറുകൾ തകർന്നു കഴിഞ്ഞാൽ, അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഏതാണ്ട് എക്സോസ്റ്റ് ആയി കഴിഞ്ഞാൽ, പിന്നീട് മാത്രമാണ് ഇറാൻ ശരിയായിട്ടുള്ള യുദ്ധത്തിലേക്ക് പ്രവേശിക്കുക. അതവർ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ ഇതുവരെ ഞങ്ങളുടെ അത്യന്താധുനിക ആയുധങ്ങൾ, മാരക ആയുധങ്ങളൊന്നും തന്നെ പുറത്തെടുത്തിട്ടില്ല. ട്രംപ് ഒരിക്കലും ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു, ഇറാൻ അവിടെ നിന്നും അമേരിക്കയിലേക്ക് വരെ എത്തുന്ന മിസൈൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന്. ഇറാൻ്റെ ആയുധശേഷിയെക്കുറിച്ച് അമേരിക്കയ്ക്കോ ലോകത്തിനോ അറിഞ്ഞുകൂടാ. തീർച്ചയായിട്ടും ട്രംപ് പറഞ്ഞത് ശരിയാകാനാണ് സാധ്യത. കാരണം അമേരിക്കയാണ് അവരുടെ പ്രധാന ശത്രു. മിസൈൽ സ്ട്രെങ്താണ് ഇറാൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. അപ്പോൾ അവർ മിസൈലുകളിലും ഡ്രോണുകളിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചതുകൊണ്ട് എത്ര ദൂരം വരെയും പോകാനുള്ള മിസൈൽ അവിടെ ഇരുന്നുകൊണ്ട് തങ്ങൾക്കൊരു ശത്രുവിനെ 10,000 കിലോമീറ്റർ അപ്പുറത്തുള്ള ശത്രുവിനെ ആക്രമിക്കണമെങ്കിൽ അതിനുള്ള മിസൈലും ഉണ്ടാക്കാൻ ഇറാൻ ശ്രമിക്കുകയും ഒരുപക്ഷെ അവർ അത് ആൾറെഡി ഉണ്ടാക്കിക്കഴിഞ്ഞ് വെച്ചിട്ടുമുണ്ടാകും. ന്യായമായിട്ട് നമുക്ക് അനുമാനിക്കാവുന്ന കാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, ഇറാൻ അവരുടെ ദൗർബല്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ തങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതാണ് അവർ നോക്കുന്നത്. ഇപ്പോൾ ഈ ഡ്രോണുകൾ ഉണ്ടാക്കാനും മിസൈൽ ഉണ്ടാക്കാനും ഒക്കെ ഇറാന് ഈസിയായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ആദ്യം ചിന്തിച്ചിരുന്നത് ഇറാന് ചൈനയുടെയും അതുപോലെ തന്നെ റഷ്യയുടെയും ഒക്കെ പിന്തുണ കിട്ടുന്നുണ്ട് എന്നാണ്. ഒരിക്കലും ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇറാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ മൊത്തം അവർ തന്നെ ഉണ്ടാക്കിയതാണ്. അവർ ഒരിടത്തു നിന്നും യാതൊരു ആയുധങ്ങളും വാങ്ങിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം ഇറാന് മനസ്സിലായി, തങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ തങ്ങൾ തന്നെ സ്വയം പര്യാപ്തത നേടണം. അപ്പോൾ അത്തരത്തിൽ അവർ ഡെവലപ്പ് ചെയ്തെടുത്ത മറ്റൊരു രാജ്യത്തിൻ്റെ സഹായം ഇവർ തേടിക്കഴിഞ്ഞാൽ ഇവരുടെ മിലിറ്ററി സീക്രട്ട് ആ രാജ്യം വഴി പുറത്തു പോകും. അതുകൊണ്ട് തന്നെ അവർ തങ്ങളിൽ തന്നെയാണ് ആശ്രയിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ പക്കൽ അവിടെ ഇരുന്നുകൊണ്ട് അമേരിക്കയെ വരെ ലക്ഷ്യം വെക്കാവുന്ന മിസൈലുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ഇറാനിയൻ നേതാക്കളുടെ പല പ്രസ്താവനകളും നമ്മൾ ഒന്ന് എടുത്ത് ചികഞ്ഞു നോക്കുമ്പോൾ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ പ്രാരംഭ നടപടികൾ മാത്രമാണ്. അതായത് അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിലുള്ള അവരുടെ സ്ഥാപനങ്ങൾ ഏതൊക്കെയുണ്ടോ, അവരുടെ നിരീക്ഷണ ക്യാമറകൾ എത്രയുണ്ടോ, റഡാറുകൾ എത്രയുണ്ടോ, ഇവയൊക്കെ ഒന്നൊന്നായിട്ട് ഇല്ലാതാക്കി അതിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തി സുഖമായിട്ട് അവരെ അങ്ങോട്ട് ആക്രമിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക. ആ സാഹചര്യം സൃഷ്ടിക്കാൻ ചിലപ്പോൾ അവർക്ക് 1, 2, 3 ആഴ്ച വേണ്ടി വന്നിരിക്കും. അതുവരെ അവർ തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഇവരുടെ മിസൈലുകളും ഡ്രോണുകളും പിന്നീട് ചെല്ലുമ്പോൾ അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കാതെ വരിക, അത് വരുന്നത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരിക. ഇപ്പോൾ ഈ റഡാറൊക്കെ ഉള്ള സമയത്ത് തന്നെ ഇറാൻ നിരവധി ആക്രമണം നടത്തിക്കഴിഞ്ഞു. അതുകൂടി ഇല്ലാതാകുമ്പോൾ അമേരിക്കയുടെ അവസ്ഥ എന്താകും, ഇസ്രായേലിൻ്റെ അവസ്ഥ എന്താകും? ആ ഒരു അവസ്ഥയിലേക്കാണ് ഇറാൻ മെല്ലെ മെല്ലെ കാര്യങ്ങൾ അടുപ്പിക്കുന്നത്. ഇതിനിടയ്ക്ക് ഇവർ ഇറാനിൽ കയറി ബോംബിടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കെട്ടിടങ്ങൾ തകർക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇറാൻ ആ ഭാഗത്തോട്ട് നോക്കുന്ന പോലുമില്ല. ഇറാൻ പരമാവധി അതിനെ ചെറുക്കാനൊക്കെ ശ്രമിക്കുമെങ്കിലും അവരതിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവിടേക്കുള്ള ആൾക്കാരോട് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകാനും അവിടെ ആൾക്കാർക്ക് സുഖമായിട്ട് താമസിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കാനും ഒക്കെയാണ് അവർ ശ്രദ്ധിക്കുന്നത്. അല്ലാതെ ഇവരുടെ ആക്രമണം തടയാനായിട്ട് വലിയ കാര്യമായിട്ടൊന്നും അവർ ചെയ്യുന്നില്ല. അവർ ചെയ്യുന്നത് അവരുടെ ആ ലക്ഷ്യത്തിലേക്കുള്ള സഞ്ചാരം മാത്രമാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇറാൻ്റെ യുദ്ധം എന്ന് പറയുന്നത് അവരുടെ തുടക്കത്തിലെ പ്രിപ്പറേഷൻ മാത്രമാണ്, ഗ്രൗണ്ട് ക്ലിയർ ചെയ്യുകയാണ്. ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി കൊടുക്കാൻ, ശക്തമായിട്ടുള്ള യുദ്ധം ആരംഭിക്കാനുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനീ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വളരെ വേഗം തന്നെ നമ്മൾ കാണാൻ പോവുകയാണ്. ഇപ്പോൾ അമേരിക്ക ഇതിൽ നിന്നും എങ്ങനെ ഊരിപ്പോകാം എന്നാണ് ചിന്തിക്കുന്നത്. പൊട്ടൻ ട്രംപ് IRGC പറയുകയാണ്, നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങണമെന്ന്. IRGC പറഞ്ഞത്, നീ ആഗ്രഹം കൊണ്ട് നിൻ്റെ ശവക്കുഴിയിലോട്ടേ പോവുകയുള്ളൂ, ഇറാൻ ഒരിക്കലും കീഴടങ്ങുന്ന രാജ്യമല്ല. അത് ഇറാൻ പ്രസിഡന്റ് തന്നെ പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ദീർഘകാല യുദ്ധത്തിന് തയ്യാറായിരിക്കുകയാണ്. അവരതിനു വേണ്ടിയുള്ള ക്ലിയറൻസ് വർക്കാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു.